الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الله مع الذين اتقوا والذين هم محسنون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, ഈ പ്രപഞ്ചത്തെ അടക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നവനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. മഹാന്മാരായ രണ്ട് വ്യക്തികൾ, രണ്ട് ഖലീഫമാർ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഖലീഫ, പിന്നീട് മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാവുന്ന ചില സന്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി. ഇന്ന് നാലാമത്തെ ഖലീഫ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു മാതൃകാ പുരുഷനായിരുന്നു. എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മതയുള്ള, പരലോക ചിന്തയുള്ള, ഇസ്ലാമിനോട് അങ്ങേറ്റത്തെ കടപ്പാടും ബന്ധവുമുള്ള മഹാനായ സഹാബിയാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വസിയ്യത്ത് ഇപ്രകാരമാണ്. അദ്ദേഹം ഖതാബ, പ്രഭാഷണ കലയിൽ, പ്രസംഗ കലയിൽ സഹാബികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറബി സാഹിത്യത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ, കവിതകൾ, സമാഹരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അറബ് സാഹിത്യത്തിൽ ഇന്നും സുലഭമാണ്. അദ്ദേഹം പറഞ്ഞു, ഇബാദല്ലാഹ് അലൈക്കും ബി തഖ്വല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ, സഹോദരന്മാരെ, നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കണം. ഫഇന്ന തഖ്വല്ലാഹി മൻജാത്തും മിൻ കുല്ലി ഹലക, എല്ലാ നാശത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കണം. വഇസ്മത്തും മിൻ കുല്ലി ളലാല, എല്ലാ വഴികേടിൽ നിന്നുമുള്ള കാവൽ, അതാണ് തഖ്വ. വബി തഖ്വല്ലാഹി ഫാസൽ ഫായിസൂൻ, വിജയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അള്ളാഹുവിലുള്ള സൂക്ഷ്മത അഥവാ തഖ്വ കൊണ്ടാണ്. വളഫറ റാഗിബൂൻ, പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നടക്കാൻ വിശ്വാസികൾ അവലംബിക്കുന്നത് തഖ്വയെയാണ്. വനജൽ ഹാരിബൂൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നവർക്ക് രക്ഷാമാർഗമാണ് തഖ്വ. അദ്റക താലിബൂൻ വബിതർക്കിഹാ ഖസിറൽ മുബ്തിലൂൻ, ഏതെങ്കിലും അള്ളാഹുവിൻ്റെ രക്ഷ അന്വേഷിക്കുന്നവർ
അത് അവർക്ക് ലഭിക്കുന്നത് തഖ്വ കൊണ്ടാണ്. ആ തഖ്വ ആരെങ്കിലും കൈവിടുന്നുവോ അവർ പൂർണ്ണമായും നഷ്ടത്തിലകപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഓതി, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത കൈക്കൊള്ളുന്ന ആളുകളോടൊപ്പമാണ്, തഖ്വയുള്ളവരോടൊപ്പമാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊപ്പവുമാണ്. അബൂ താലിബ്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അബുൽ ഹസൻ, അദ്ദേഹത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം മതി. വളരെ പ്രസിദ്ധമായ ജൂതന്മാരുമായി നടന്ന ഒരു യുദ്ധമാണ് ഖൈബർ യുദ്ധം. മദീനയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഖൈബറിൽ താമസിക്കുന്ന ജൂതന്മാർ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വലിയ ഭീഷണിയാണ്, അവർ വഞ്ചകരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടേക്ക് യുദ്ധത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തു. സഹാബികൾ പോയി. പക്ഷേ അവിടെ ബലിഷ്ഠമായ, കെട്ടി ഉയർത്തപ്പെട്ട ബലിഷ്ഠമായ കരുത്തുള്ള കോട്ടകളിൽ അവർ അഭയം തേടിയിരിക്കുകയാണ്. ആ കോട്ടകൾക്കകത്തേക്ക് കടക്കാൻ യാതൊരു മാർഗവുമില്ല. അതിൻ്റെ കവാടവും അതിൻ്റെ മതിലുകളും അതിൻ്റെ നിർമ്മാണവും ഏറ്റവും ശക്തമാണ്. ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആരെങ്കിലും ഒന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായി പ്രതീക്ഷിച്ച് അവിടെ നിന്നു. ദിവസങ്ങൾ എടുത്തിട്ടും ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം പ്രഖ്യാപിച്ചു, ഞാൻ നാളെ ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് ലഉഅതിയന്ന ഹാദിഹി റായ ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ രാവിലെ പ്രഭാതത്തിൽ ഞാൻ ഈ പതാക കൊടുക്കും ഒരാൾക്ക്, ഒരു പുരുഷന്. യഫ്തഹുല്ലാഹു അലാ യദൈഹി, ഈ ഖൈബർ കോട്ടകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. ആരാണ് അയാൾ? അയാളുടെ ക്വാളിറ്റി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഹിബ്ബുല്ലാഹ വറസൂലുഹു, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇത് കേട്ടപ്പോൾ ആരാണെന്നൊന്നും നബി വെളിപ്പെടുത്തിയിട്ടില്ല. സഹാബികൾക്കൊക്കെ പിന്നെ ഉറക്കമില്ല. അങ്ങനെ ഞാൻ നാളെ രാവിലെ ഒരാളെ വിളിക്കും, അയാൾക്ക് പതാക കൊടുക്കും, അത് ഞാനായെങ്കിൽ എന്ന താല്പര്യത്തോടു കൂടിയാണ് എല്ലാ സഹാബികളും കഴിഞ്ഞുകൂടുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ നേതൃത്വം ആഗ്രഹിച്ച ഏക സന്ദർഭം അതാണ്. നേതൃത്വം എന്ന് പറഞ്ഞാൽ നാളെ ഈ പട്ടാളത്തിന് നേതാവായി പതാക കൊടുത്ത് ഒരാളെ നിശ്ചയിക്കുമെന്നല്ലേ. എന്താണ് അയാളുടെ ക്വാളിറ്റി? അള്ളാഹുവും റസൂലും അയാളെ ഇഷ്ടപ്പെടുന്നു, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള മഹത്വമുള്ള ഒരു മനുഷ്യൻ അത് ഞാനായെങ്കിൽ എന്നാഗ്രഹിച്ച ആ വിലായത്ത്, ആ നേതൃത്വം എനിക്ക് ലഭിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച സന്ദർഭമാണ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ ഫഖാല ഉമർ ഇബ്നു ഖത്താബ് മാ അഹ്ബബ്തുൽ ഇമാറത ഇല്ലാ യൗമഇദിൻ, അന്നല്ലാതെ മറ്റൊരിക്കലും നേതൃത്വം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഖാല ഫതസാബർതു ലഹാ റജാഅൻ ഉദ്ആ ബിഹാ, ഞാനും ജനങ്ങളോടൊപ്പം തിരക്ക് കൂട്ടി. എല്ലാവരും വിളിക്കുന്ന കൂട്ടത്തിൽ എന്നെ കാണാതിരുന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനും തിരക്കും കൂട്ടി നബിയുടെ മുമ്പിൽ വന്നു നിന്നു, എന്നെ വിളിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും കാത്തിരിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐന അലി ഇബ്നു അബീ താലിബ്, അലി ഇബ്നു അബീ താലിബ് എവിടെ എന്ന് ചോദിച്ചു. വഖീല ഹുവ യാ റസൂലല്ലാഹി യസ്തകി ഐനൈഹി, അദ്ദേഹത്തിന് കണ്ണിന് രോഗം ബാധിച്ച് ടെൻറ്റിൽ വിശ്രമത്തിലാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല, അദ്ദേഹത്തിന് ചെങ്കണ്ണ് പിടിപെട്ടിട്ടുണ്ട് എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫഅർസലു ഇലൈഹി ഫഉതിയ ബിഹി, അങ്ങനെ കൊണ്ടുവരപ്പെട്ടു. ഫബസഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിലും തുപ്പി, അഥവാ ഉമിനീർ അലി ഇബ്നു അബീ താലിബിൻ്റെ കണ്ണിൽ ആകത്തക്ക വിധം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഉമിനീരാക്കി. വദഅലഹു, ആ രോഗശമനത്തിന് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബറഅ ഹത്താ കാന ലം യകുൻ ബിഹി വജ്ഉൻ, നിമിഷം കൊണ്ട് കണ്ണിന് ഒരു രോഗവുമില്ലാത്ത വിധം അദ്ദേഹം സാധാരണ നില പ്രാപിച്ചു. ഫഅഅതഹു റായ, അങ്ങനെ അലി ബിൻ അബി താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊടി കൊടുത്തു. അദ്ദേഹം പട്ടാളത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഫഅഖദ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു റായ വന്തലഖ ഇലൈഹിം ഫീ ശുജാഅത്തിൻ വളാ, അങ്ങനെ ധീരതയോടെ ആത്മവീര്യത്തോടെ ചങ്കൂറ്റത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പതാകയുമായി ഖൈബർ കോട്ടകൾക്ക് നേരെ കുതിച്ച അലി ബിൻ അബി താലിബ് അതിൻ്റെ വാതിലുകൾ ഇളക്കിയെടുത്ത് പരിചയമായി ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പഴയ കാലത്തെ തറവാട് വീടുകളുടെ വാതിലൊക്കെ പലർക്കും അറിയാലോ, കോഴിക്കോട്ടുകാരോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, അത്ര കനമുള്ള സാധനമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക ശേമുഷി, അതിൻ്റെ ശക്തി കാരണം വാതിലുകൾ ഇളക്കിയെടുത്ത് അത് പരിചയമായി ഉപയോഗിച്ച് ജൂതന്മാരെ അദ്ദേഹം അവിടുന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മഹാസംഭവം. അതിൽ നബിയുടെ ഒരു വാക്ക്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന എന്ന ഏറ്റവും വലിയൊരു ഷഹാദ, ഒരു സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരു ഇരു നിറം, വെള്ള നിറവുമല്ല എന്നാൽ കറുപ്പുമല്ല, അതിനിടയ്ക്കുള്ളൊരു നിറമാണ്. ധാരാളമായി താടിരോമങ്ങളുള്ള വ്യക്തിയാണ്, ഏകദേശം ഒത്ത വലിപ്പമാണ്. അതുപോലെ തന്നെ നെഞ്ച് ഭാഗത്ത് ധാരാളം മുടിയുള്ള നല്ല ആരോഗ്യദൃഢഗാത്രനായ, ലഹൂക്കസിന് പല്ല് എല്ലാം വളരെ ക്ലിയറായി, വളരെ വെളുത്ത സ്വഭാവത്തിൽ, വളരെ കോർവയോടെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന് 2 കിന്യത്തുണ്ടായിരുന്നു. അബുൽ ഹസൻ, ഹസൻ്റെ പിതാവ് എന്ന നിലക്കും, അതേപോലെ നബി സ്നേഹത്തോടെ വിളിച്ചൊരു സന്ദർഭമുണ്ട്, അബൂ തുറാബ്. അതായത് സ്വന്തം ഭാര്യ ഫാത്തിമയോട് പിണങ്ങി, ഒരു കുടുംബ ജീവിതത്തിൽ അങ്ങനെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാം. പിണങ്ങിയപ്പോൾ പള്ളിയിൽ വന്ന് ഉറങ്ങി. നബി വന്നപ്പോൾ വീട്ടിൽ മരുമകനെ കാണുന്നില്ല. അപ്പോൾ ഞാനും അലിയും തമ്മിൽ അല്പം ചില സംസാരങ്ങളുണ്ടായി, അദ്ദേഹം തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നബി അദ്ദേഹത്തെ തെരഞ്ഞു വന്നപ്പോൾ പള്ളിയിൽ കണ്ടു, അദ്ദേഹം ഉറങ്ങുകയാണ്, മേലൊക്കെ മണലായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ മണൽ മൂടിക്കിടക്കുന്ന അലിയിനെ തൊട്ടുണർത്തി വിളിച്ച വിളിയാണ് അബൂ തുറാബ്. മണ്ണിൻ്റെ അബ് എന്ന് പറഞ്ഞാൽ മേലൊക്കെ മണ്ണായതുകൊണ്ടാണ് ആ നിലക്ക് നബി അഭിസംബോധന ചെയ്തത്. അതൊക്കെ തട്ടി വൃത്തിയാക്കി കൊടുത്തത്, എഴുന്നേൽക്ക്. അങ്ങനെ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചുണർത്തി മകൾ ഫാത്തിമയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ സന്തോഷത്തോടെ ആ പിണക്കം തീർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം. അങ്ങനെയാണ് അദ്ദേഹത്തിന് അബൂ തുറാബ് എന്നും കൂടി വന്നത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ ഒരാളാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ധീരനും ശൂരനുമായ, സത്യസന്ധനായ, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു മഹാനായ സഹാബിയാണ്. മാത്രമല്ല അബൂബക്കറിന് അദ്ദേഹം ഭരണകാലത്ത് ഒരു നല്ല മുസ്തശാർ, ഒരു അഡ്വൈസറായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് രണ്ടാമൻ, ഉമർ കഴിഞ്ഞാൽ പിന്നെ സഹാബികളുടെ കൂട്ടത്തിൽ രണ്ടാമൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി എഴുതി കൊടുക്കുന്ന ഏതാനും സഹാബികളുണ്ട്. എഴുത്തും വായനയും അറിയുന്ന സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ഇറങ്ങുമ്പോൾ അത് എഴുതി വെക്കാൻ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട അപൂർവം ചില സഹാബികളിൽ ഒരാളായിരുന്നു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പല ദൗത്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സഫീറായി, അംബാസിഡറായി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യ നിർവാഹകനായി അദ്ദേഹം പലയിടത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രം പറയുന്നു. മാത്രമല്ല അബൂ താലിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ദരിദ്രനായിരുന്നു. എന്ന് വെച്ചാൽ വളരെയധികം പ്രയാസപ്പെട്ട ജീവിതമായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട്. ഇത് എല്ലാവർക്കും ഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ല. അബ്ബാസ് അല്പം ഖനിയാണ്, സമ്പന്നനാണ്. ആ അബ്ബാസ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ യാ അമ്മി അബ്ബാസ്, ബിദുർ ബിൻ അബ്ബാസ്, നമ്മുടെ ബിദുർ ബിൻ അബൂ താലിബ് വളരെ പ്രയാസത്തിലാണ്. കുട്ടികളിൽ ഒരാളെ ഞാൻ കഫാലത്ത് ഏറ്റെടുക്കാം, ഞാൻ സംരക്ഷണം ഏറ്റെടുക്കാം, ഒരാളെങ്കിലും ഏറ്റെടുക്കണം. നമ്മൾ 2 പേരും പോവുക. അങ്ങനെ 2 പേരും കൂടി അബൂ താലിബിൻ്റെ അടുക്കൽ ചെന്നു. ആവശ്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കുട്ടിയെ ഞാനും വേറൊരു കുട്ടിയെ അബ്ബാസും ഏറ്റെടുക്കാമെന്നതാണ്.
അപ്പോൾ അഖീലിനെ ഏറ്റെടുക്കരുത്, അത് എൻ്റെ കൂടെ തന്നെ നിർത്തണം, അഖീൽ വേറൊരു കുട്ടിയാണ്. അങ്ങനെ അലി ബിൻ അബി താലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. അതോടൊപ്പം ജാഫർ ബിൻ അബി താലിബിനെ അബ്ബാസും ഏറ്റെടുത്തു. രണ്ടുപേരും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അതോടുകൂടി കുറച്ച് സാമ്പത്തികമായ ആശ്വാസം അബൂ താലിബിനുണ്ടായി എന്ന് പറയുന്നു. മാത്രമല്ല ഹിജ്റയുടെ ദിവസമാണ് അബൂ താലിബിൻ്റെ ആ സത്യസന്ധമായ ആ കളങ്കമില്ലാത്ത ഈമാനിൻ്റെ ലക്ഷണം ഒരു ചെറിയ കുട്ടിയോട്, വലിയ പ്രായമൊന്നുമാവാത്ത ഒരു ചെറുപ്പക്കാരനായ, ആ കുട്ടിപ്രായം വിട്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ അലി ബിൻ അബി താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഹിജ്റ പോവുകയാണ്, എനിക്ക് പകരം ഈ വീട്ടിൽ നീയാണ് താമസിക്കേണ്ടത്. ഞാൻ ആളുകൾ എന്നെ വിശ്വസിച്ചേൽപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ട്, അതിൽ നമ്മൾ അമാനത്ത് എന്ന് പറയും, നബിയുടേതല്ല, എന്നാൽ നബിയുടെ അടുക്കൽ അത് ഏൽപ്പിച്ചാൽ നഷ്ടപ്പെടുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അക്കാലത്ത് ബാങ്കും അതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വിശ്വാസ്യതയുള്ള ഒരാളെ അത് ഏൽപ്പിക്കുക എന്നത് അവരുടെ സമ്പ്രദായത്തിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളൊക്കെ കൊണ്ടുപോയി കൊടുത്തത് അലിയുടെ അടുക്കലേക്കാണ്. ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ ഞാൻ ഈ അമാനത്തുകൾ ഏൽപ്പിക്കേണ്ട ആളുകൾക്കൊക്കെ അത് കൊണ്ടുപോയി നീ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലി ബിൻ അബി താലിബിനെ ഏൽപ്പിച്ചു. അലി ബിൻ അബി താലിബ് പിറ്റേന്ന് പകൽ മുഴുവനും അന്വേഷിച്ച്, ഉടമസ്ഥന്മാരെ അന്വേഷിച്ച് നബി ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കാൽനടയായി ഒറ്റയ്ക്ക് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അവ്വലു ഗുലാമിൻ യുഅ്ലിനു കലിമത്തല്ലാഹ്, കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച ആളാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾക്ക് ഒരു ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ വേറെ ഒരാളെക്കുറിച്ച് നബി ചിന്തിച്ചതേയില്ല. നബി തിരഞ്ഞെടുത്തത് അലി ബിൻ അബി താലിബിനെയാണ്. കാരണം അദ്ദേഹത്തിന് വിശ്വാസം, രണ്ട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൽ ദീക്ഷിക്കാൻ ആവശ്യപ്പെട്ട, ഉറപ്പ് വരുത്താൻ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഖുലുക്കും ഒന്ന് ദീനും. അത് പൂർണ്ണമായും അലി ബിൻ അബി താലിബിനുണ്ട്. പണമില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളാണ്, അത് നബി പരിഗണിച്ചിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം ഈമാൻ നിർഭരമായ ഒരു യഥാർത്ഥ വിശ്വാസിയാണ്, അതോടൊപ്പം തന്നെ സൽസ്വഭാവിയാണ്. അങ്ങനെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള മഹദി എന്ന് ചരിത്രം പേരിട്ട് വിളിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബിന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിലാണ് രണ്ട് കുട്ടികൾ, ഒന്ന് ഹസനും ഒന്ന് ഹുസൈനും. ഈ രണ്ട് കുട്ടികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദ് ഷബാബിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ്. ആര്? ഹസൻ ബിന് അലി ബിൻ അബി താലിബ് വ ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ്. ഈ രണ്ട് കുട്ടികളും സ്വർഗീയ യുവജനങ്ങളുടെ ആ യുവത്വത്തിൻ്റെ നേതാക്കന്മാരായിരിക്കും സ്വർഗത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഹസനും ഹുസൈൻ എന്നീ രണ്ട് പേരക്കിടാങ്ങളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രതിപത്തി വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഖുതുബ നിർവഹിക്കുമ്പോൾ പോലും പ്രസംഗം കേട്ടിരിക്കുന്ന വലിയ മുതിർന്ന സഹാബികൾ അവിടെ ഉണ്ടാകും. എന്നിട്ട് പോലും തൻ്റെ മുമ്പിലേക്ക് വല്ല കളിച്ചു വരുന്ന പേരക്കുട്ടികളെ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി എടുത്ത് അവരെ ഓമനിച്ചിരുന്ന ചരിത്രം കാണാൻ കഴിയും. അതേ പ്രകാരം തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയി. ആ തക്കം നോക്കി ഈ രണ്ട് കുട്ടികൾ അവിടെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലിപ്പ സുജൂദിൽ കിടക്കുന്നത് കണ്ട് അവർ ഓടി വന്ന് അവർ നബിയുടെ പുറത്ത് കയറി. ഇത് കണ്ട് സഹാബാക്കൾ തടയാൻ സംസ്കരിച്ച് സുജൂദിൽ കിടക്കുന്ന നബിയുടെ ദേഹത്താണല്ലോ പേരക്കുട്ടികൾ കയറിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, തടയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരാവുന്നോളം താല്പര്യമുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ പുറത്ത് കളിച്ച് അവർ ഇറങ്ങിയതിന് ശേഷമാണ് നബി സുജൂദിൽ നിന്ന് ഉയർന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് നബിയുടെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഒരിക്കൽ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, അൻത മിന്നീ വ അന മിൻക്, ഞാൻ നിന്റെ ഭാഗവും നീ എൻ്റെ ഭാഗവുമാണ്. നമ്മൾ പരസ്പരം അങ്ങനെ
എഴുതി ചേർന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അമാ തർല അൻ തകൂന മിന്നി ബി മൻസിലത്തി ഹാറൂന മിൻ മൂസ. മൂസാ നബിക്ക് എങ്ങനെയാണോ ഹാറൂൻ മൂസാ നബിയുടെ പ്രവാചക ദൗത്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു സഹായിയായി, ഒരു പ്രവാചകനായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ആളാണ് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ എങ്ങനെയാണോ മൂസക്ക് ഹാറൂൻ, അതുപോലെയാണ് നീ എനിക്ക്. പക്ഷേ ലാ നബിയ്യ ബഅദി, നീ പ്രവാചകത്വത്തിൻ്റെ പദവിയിലേക്ക് ഉയരുന്നില്ല. കാരണം ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. ഇനി വേറൊരാൾക്ക് പ്രവാചകനാവാൻ സാധ്യമല്ല. അതുകൊണ്ട് താങ്കൾ എൻ്റെ ഏറ്റവും വലിയ അനുചരനും സഹായിയും എൻ്റെ ഏറ്റവും വലിയ വലങ്കയ്യുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മൻ കുന്തു മൗലാഹു ഫഅലിൻ മൗലാഹു. ഞാൻ ആരുടെയെങ്കിലും നേതാവാണെങ്കിൽ അവരുടെ എല്ലാം നേതാവ് അലിയുമാണ്, അഥവാ അലിയിനും അതിന് പദവിയുണ്ട്, യോഗ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രഖ്യാപിച്ചു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടുണ്ടായിരുന്ന ആ സ്നേഹത്തെക്കുറിച്ച് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീ ഫലക്കൽ ഹബ്ബ വബറഅ അൻ-നസമ ഇന്നഹു ലഅഹദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉമ്മി ലദീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലയ്യ അല്ലാ യുഹിബ്ബനി ഇല്ലാ മുഅ്മിനുൻ. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ധാന്യങ്ങളെ മുളപ്പിച്ചവൻ, പ്രജകളെ സൃഷ്ടിച്ചവൻ, അങ്ങനെയുള്ള അള്ളാഹുവിനെ കൊണ്ട് സത്യം, ആ പ്രവാചകൻ എന്നോട് പ്രതിജ്ഞയായി പറഞ്ഞിട്ടുണ്ട്, അല്ലാ യുഹിബ്ബനി ഇല്ലാ മുഅ്മിനുൻ, എന്നെ സ്നേഹിക്കുന്നത് മുഅ്മിനുകൾ മാത്രമായിരിക്കും. വലാ യുബ്ഗിദുനി ഇല്ലാ മുനാഫിഖുൻ, എന്നോട് കോപിക്കുന്നത്, വെറുപ്പ് രേഖപ്പെടുത്തുന്നത് കപടവിശ്വാസിയായിരിക്കും. സുമ്മ അന്നഹു ലമ്മാ ആഖാ ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അസ്ഹാബിഹി ഖാല ലി അലി അൻത അഖി. മദീനയിൽ ഹിജ്റ വന്നതിന് ശേഷം സഹാബാക്കൾക്കിടയിൽ നബി മുആഖാത്ത്, സഹോദരി ബന്ധങ്ങൾ ഉണ്ടാക്കി. ഒരാളുടെ സഹോദരൻ മറ്റേയാളായിട്ട് നിശ്ചയിച്ചു കൊടുത്തു, അൽ ഉഖുവത്തു ഫിൽ ഇസ്ലാം, അൽ ഉഖുവത്തു ഫിൽ ഈമാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണമല്ലോ ഒരു സഹോദരൻ. ആ സഹോദരനായി അദ്ദേഹം സ്വീകരിച്ചത് അലി ഇബ്നു അബീ താലിബിനെയാണ്. ഇങ്ങനെ പറഞ്ഞു, അൻത അഖി, നീയാണ് എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെ അദ്ദേഹം അലി ഇബ്നു അബീ താലിബിനെ സംബന്ധിച്ച് പൂർണ്ണ സംതൃപ്തിയോടെയാണ് പ്രവാചകൻ മരണപ്പെടുന്നത്. സഹോദരന്മാരെ, ഈ നിലക്ക് വലിയ വലിയ സൽക്കർമ്മങ്ങളും വലിയ വലിയ ത്യാഗങ്ങളും അതേ പ്രകാരം തന്നെ ഉന്നതമായ പല നിലവാരങ്ങളും വെച്ച് പുലർത്തിയിരുന്ന മഹാനായ 4ാം ഖലീഫയാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടൊപ്പം നമ്മളെല്ലാം പാപങ്ങൾ പുറത്ത് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹു ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചത് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, സാധാരണ നിലക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് കാണാവുന്ന ഒരു ഐബും, അതല്ലെങ്കിൽ സാധാരണ നിലക്കുള്ള ഒന്നുമുണ്ട്, പരിപൂർണമായി വൃത്തിയുള്ള ഒരു ശരീരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് എന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖബറിൽ നബിയെ ഇറക്കി വെച്ചത് 3 ആളുകളാണ്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടാൻ വേണ്ടി ഖബറിലേക്ക് ആ ഭൗതിക ശരീരം ഇറക്കി വെച്ചത്. അതിനുള്ള യോഗ്യതയും കൂടി അലി ഇബ്നു അബീ താലിബിന് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള ആളായിരുന്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹം അതിൻ്റെ എവിടെയാണ് ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്, ഏത് വിഷയത്തിലാണ് അത് ഇറങ്ങിയത്, എപ്പോഴാണ് ഇറങ്ങിയത് എല്ലാം കൃത്യമായി പറയാൻ കഴിവുള്ള ആളായിരുന്നു. ഒക്കെ അലിംതു ഫീമ നസലത്ത്, എനിക്കറിയാം ഏത് വിഷയത്തിലാണ് ആ ഖുർആൻ ഇറങ്ങിയത്. വഅൈന നസലത്ത്,
എവിടെയാണ് അത് ഇറങ്ങിയത്, അലാമൻ നസലത്ത്, ഏത് ആളുടെ പേരിൽ എങ്ങനെയുള്ള വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. മാത്രമല്ല അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ്, തർജുമാനുൽ ഖുർആൻ എന്ന് പേരുള്ള ആള്. വിശുദ്ധ ഖുർആനിലെ ഏതിലും കെട്ടിക്കൊടുക്കുള്ള മുഴുവൻ മസലകളെയും വിശദീകരിച്ചു കൊടുക്കുന്ന ആള്. ആ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറയുകയാണ്, മാ അഖത്തു മിൻ തഫ്സീരിൽ ഖുർആനി ഫഅൻ അലി ഇബ്നു അബി താലിബ്, വിശുദ്ധ ഖുർആന്റെ വിശദീകരണം ഞാൻ എടുത്തത്, ഞാൻ പഠിച്ചത് ആരിൽ നിന്നാണ്? അലി ഇബ്നു അബി താലിബിൽ നിന്നാണ് എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപ്രകാരം തന്നെ ഒരാൾ വന്ന് അലി ഇബ്നു അബി താലിബ് ഖലീഫയായിരിക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലം, സമാധാനത്തിൻ്റെ കാലം, ഒരു പ്രശ്നവുമില്ല, വളരെ സന്തോഷകരമായ കാര്യം. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും നിങ്ങളും ഖലീഫയായപ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബി താലിബ് കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലത്ത് ഞങ്ങളാണ് അവരുടെ അനുയായികൾ, ഞാനും ഉസ്മാൻ ഇബ്നു അഫ്ഫാനുമായിരുന്നു അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും അനുയായികൾ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഭരണം നടത്തുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ അനുയായികൾ, പിന്നെ എങ്ങനെ കുഴപ്പമില്ലാതൊക്കെ എന്ന് പറഞ്ഞ സംഭവം പറയുന്നുണ്ട്. അതുപോലെ ഒരു ജൂതം വന്ന് ചോദിച്ചു, അല്ല അലി, എന്താണിപ്പോൾ ഇത് കഥ? ആകെ ഒരു 10-21 കൊല്ലമല്ലേ നിങ്ങളുടെ ഭരണം, ഇസ്ലാമിക ഭരണം ഇവിടെ തുടങ്ങിയിട്ടായിട്ടുള്ളൂ, അപ്പോഴേക്ക് നിങ്ങൾക്കിടയിൽ വാളെടുത്ത് പരസ്പരം യുദ്ധം ചെയ്യുന്ന, സംഘടന നടത്തുന്ന ഒരു ദുശകനും വന്ന് പെട്ടല്ലോ എന്ന് ജൂതം പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ കഥ കേൾക്കണോ? കടൽ വെള്ളത്തിൻ്റെ നനവ് വറ്റുന്നതിന് മുമ്പ്, അഥവാ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് നദി കടന്ന് ഇക്കരെ വന്ന് കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് നിങ്ങൾ ആ മൂസായോട് ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊരു ഇലാഹിനെ കൊണ്ടാ, അവരല്ലേ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഇലാഹിനെ വേണം എന്ന് ആവശ്യപ്പെട്ട തലമുറയാണ് നിങ്ങൾ, അവരാണ് നിങ്ങൾ. ഏത് നിമിഷം കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ ജൂതന്മാരെയും അള്ളാഹു ഫിറഔനിൻ്റെ കിരാതമായ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കടൽ പിളർത്തി ആ ഉണങ്ങിയ വഴിയിലൂടെ അക്കരെ കടത്തി, പിന്നീട് 2 മലകളോളം ഉയർന്നു നിൽക്കുന്ന വെള്ളങ്ങൾ തമ്മിൽ കൂടി അതിൽ ഫിറഔൻ മുങ്ങിച്ചത്തു. എന്നിട്ട് ഇപ്പോൾ ആ രക്ഷ ജീവിതത്തിൽ അനുഭവിച്ച നിമിഷങ്ങളായിട്ടേ ഉള്ളൂ. അതെല്ലാം നൽകിയത് അള്ളാഹുവാണ്. ആ അള്ളാഹു പോരാ, വേറെ ഇലാഹു വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. അപ്പോൾ വല്ലാതെ വർത്തമാനം പറയണ്ട എന്ന് ജൂതനോട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ. അദ്ദേഹം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും അദ്ദേഹത്തെ കുളിപ്പിച്ചതിന് ശേഷം എല്ലാ മയ്യത്തിനെ പൊതിയുന്ന വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഇനി നമസ്കാരത്തിന് വേണ്ടി എടുക്കാനായ സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ ഇദ്ദേഹം പറയുകയാണ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, മാ അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ അൽഖല്ലാഹു ബി സഹീഫത്തിഹി മിൻ ഹാദൽ മുസജ്ജ, ഈ തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ ചരിത്രം, ആ ജീവിതം രേഖപ്പെട്ട ഏട്, ആ സഹീഫത്ത്, അത് എനിക്കായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം സൽക്കർമ്മങ്ങളും എത്രമാത്രം നന്മകളും പ്രവർത്തിച്ചിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്. അയാളുടെ കയ്യിൽ കിട്ടുന്ന ആ അത് പ്രവർത്തനങ്ങളുടെ റിക്കാർഡുണ്ടല്ലോ, ആ റിക്കാർഡ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അലി ബിൻ അബി താലിബ് പറയുന്നു. അത്രമാത്രം സ്നേഹിക്കുകയാണ്. ഒരിക്കൽ ഉമർ പറഞ്ഞു, എന്താണ്, ലൗലാ അലിയുൻ യഹ്ലികു ഉമർ, ഈ അലി ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ എന്നോ നശിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങളിലും ദൗത്യമേറ്റെടുത്തും ഉപദേശങ്ങൾ നൽകിയും സഹായം നൽകിയും എല്ലാ പ്രയാസങ്ങളിലും കൂടെ നിന്നും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത് കൊണ്ടാണ് ഈ അലി ഇല്ലായിരുന്നുവെങ്കിൽ ഉമറിന് നാശമാകുമായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ സഹോദരന്മാരെ, ഈ നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇവരെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇതൊക്കെ മഹാന്മാരായ ആളുകളാണ്. ഇവരൊക്കെ പോയ ആ വിജയത്തിലേക്കാണ് നമുക്കും പടവ് കടന്ന് കയറി പോകേണ്ടത്. ഇവരെല്ലാം ചെന്നെത്തിപ്പെടുന്ന സുവർഗത്തിലേക്കാണ് നമ്മളും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. അവരുടെ വിശ്വാസം എവിടെ? നമ്മുടെ വിശ്വാസം എവിടെ? അവരുടെ കർമ്മങ്ങൾ എവിടെ? നമ്മുടെ കർമ്മങ്ങൾ എവിടെ?
പക്ഷേ സ്വാഭാവികമായും കാലപ്പഴക്കം കൊണ്ടും പല കാരണങ്ങളാലും പല ദൗർബല്യങ്ങളും നമ്മളിൽ വരും. പക്ഷെ ആ ദൗർബല്യങ്ങൾ നികത്തി ശക്തി പ്രാപിച്ച് വിശ്വാസം ഉറപ്പിച്ച് നിർത്തി തഖ്വയോടുകൂടി ജീവിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കില്ല. നമ്മൾ ശേഷം വരുന്ന ആളുകളാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകളാണ്. എങ്കിലും ആ ആദർശത്തോടുള്ള സ്നേഹം, ആ കർമ്മങ്ങളോടുള്ള പ്രതിപത്തി, കൂറ്, ഇതെല്ലാം ഒരുപക്ഷെ അവരോടൊപ്പം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി വരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. اللهم اغفر للمؤمنين والمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد. الله أكبر الله أكبر. أشهد أن